അടുത്തൊരു ഇന്നോവ വന്നിരിക്കുന്നത് കോഴിക്കോട്ട് നിന്നാണ്. ഫുള്ള് മെക്കാനിക്കൽ വർക്ക്, കംപ്ലീറ്റ് മെക്കാനിക്കൽ വർക്ക്. കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ബോഡി വൈബ്രേഷൻ, അതുപോലെ തന്നെ സസ്പെൻഷൻ സൗണ്ടാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ മെയിനായിട്ടും ഇതിൻ്റെ സസ്പെൻഷൻ സൗണ്ടും ഇൻറ്റീരിയറിൽ ഹെവി ആയിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഡാഷ് ബോർഡിൻ്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഡോർ പാഡിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും, സീറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഹെവി ആയിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ സസ്പെൻഷനും ഇന്നോവയ്ക്ക് പൊതുവെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സസ്പെൻഷൻ സൗണ്ട് നമുക്ക് അങ്ങനെ കിട്ടില്ല. എങ്കിലും നമുക്ക് ഓടിക്കുമ്പോൾ അറിയാൻ പറ്റും അത് സസ്പെൻഷൻ്റെ എവിടെ നിന്നാണ് സൗണ്ട് വരുന്നതെന്നുള്ളത്. നല്ല കട്ടറിലേക്കൊക്കെ വിടുമ്പോൾ നല്ലൊരു ബീറ്റ്, ഒരു അടിക്കുന്ന ഒരു സൗണ്ട് നല്ലോണം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഷോക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റ്, എൻഡ്, അതുപോലെ സ്റ്റെബിലൈസറിൻ്റെ ലിങ്ക് റോഡ്, ഇങ്ങനെയുള്ള കുറച്ച് സസ്പെൻഷൻ പാർട്സ് ഇതിനകത്ത് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇട്ടിരിക്കുന്നത് ഫ്രണ്ട് ഷോക്ക് ഗബ്രിയലും, അതുപോലെ തന്നെ അതിൻ്റെ ഷോക്ക് മൗണ്ട് ഓയിയാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെബിലൈസറിൻ്റെ ലിങ്ക് റോഡ് മാറിയിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റ്, തൈറോയ്ഡ് എൻഡ് മാറിയിട്ടുണ്ട്. നമുക്ക് റൈറ്റ് സൈഡിലാണ് കൂടുതലും ഇതിൽ കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ അപ്രാമിൻ്റെ ബോൾ ജോയിൻറ്റും രണ്ടെണ്ണം ഇതിനകത്ത് മാറിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ എൻജിൻ മൗണ്ടും ഫുള്ളായിട്ട് വീക്കായിട്ടുണ്ട്. ആ മൗണ്ടാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മൗണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് OE തന്നെയാണ്, ഒറിജിനൽ മൗണ്ട് തന്നെയാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. OE മൗണ്ടിന് ഇപ്പോൾ റേറ്റിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. റേറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സ് മൗണ്ടാണ്. ഗിയർ ബോക്സ് മൗണ്ട് 1443 രൂപ വരുന്നുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ 1350 രൂപ എങ്ങാണ്ടുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 100 രൂപയോളം വ്യത്യാസം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എൻജിൻ മൗണ്ടിനും വ്യത്യാസം വന്നിട്ടുണ്ട്. എൻജിൻ മൗണ്ട് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2700 ചില്ലാൻ രൂപയായിരുന്നു. അതിപ്പോൾ നേരെ 3124 രൂപ നമ്മൾ ആ ഒരു റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല വ്യത്യാസമുണ്ട്. എൻജിൻ മൗണ്ടിന് 400 രൂപയുടെ വ്യത്യാസമോളം വന്നിട്ടുണ്ട്. ഗിയർ ബോക്സ് മൗണ്ട് പിന്നെ 100 രൂപയുടെ വ്യത്യാസമുള്ള. അപ്പോൾ പഴയതിനിവിടെ റേറ്റ് നല്ലോണം വ്യത്യാസമുണ്ട്. അപ്പോൾ എൻജിൻ മൗണ്ടാണ് ഇപ്പോൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഗിയർ ബോക്സ് കൊണ്ടാണ് മാറുന്നത്. എൻജിൻ മൗണ്ട് നമ്മൾ മാറിക്കഴിഞ്ഞ് ഇപ്പോൾ ഗിയർ ബോക്സ് കൊണ്ടാണ് കയറ്റുന്നത്. എൻജിൻ മൗണ്ട് നമ്മൾ രണ്ടെണ്ണവും ഒറിജിനൽ തന്നെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. നമുക്ക് റൈറ്റ് സൈഡാണ് ഷോക്കിന് ഹെവി ആയിട്ട് വീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ഷോക്ക് ഇട്ടിരിക്കുന്നത് നമ്മൾ ഗബ്രിയലിൻ്റെ ഷോക്ക് തന്നെയാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. OE വരുന്ന ബ്രാൻഡും ഗബ്രിയൽ തന്നെ, ആ ബ്രാൻഡ് തന്നെ നമ്മളിതിനകത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ സ്റ്റാർ ജോയിൻറ്റ് ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട്. ഈ സെൻറ്ററിലെ സ്റ്റാർ ജോയിൻറ്റ് മാത്രം ചെറിയൊരു ഷെയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ റിയറിലെ ഷോക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ലീക്ക് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്ക് ഓടിക്കാൻ പറ്റും, കുഴപ്പമില്ല. ഒരു സൈഡ് മാത്രം ഇതിൽ. പക്ഷേ ഷോക്ക് മാറിയിട്ടുണ്ട്. നേരത്തെ മാറിയതെന്ന് പറഞ്ഞാൽ മോൺട്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ഷോക്കാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. മോൺട്രോ ആയാലും ഗബ്രിയലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ OE വരുന്ന ബ്രാൻഡ് ഗബ്രിയലാണ്. ഇതുകൂടെ കഴിഞ്ഞ് നമുക്ക് വണ്ടി ഒന്ന് ഇറക്കി ഓടിച്ചിട്ട് അതിൻ്റെ ഇൻറ്റീരിയൽ സൗണ്ടും കൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ. ഇന്നോവയുടെ അതേ കസ്റ്റമറുടെ വണ്ടി തന്നെയാണ് ഈ എറ്റിയോസും. അപ്പോൾ ഇതിന് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസും ചെറിയൊരു എൻജിൻ സൗണ്ടാണ് പറഞ്ഞത്. എൻജിൻ സൗണ്ടിന് AC-യുടെ കംപ്രസറിന് ചെറിയൊരു വീക്ക് ഉണ്ട്. അതിൻ്റെ ഒരു സൗണ്ടായിട്ടാണ് വരുന്നത്. ബാക്കി കുഴപ്പമില്ല. പിന്നെ ജനറൽ സർവീസും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം തന്നെ കൊണ്ടുവന്നിട്ട വണ്ടിയാണ്. ആദ്യം ഇന്നോവ കൊണ്ടുവന്ന് കാലത്ത് നേരത്തെ കൊണ്ടുവന്നിട്ട് പിന്നെ തിരിച്ച് മലപ്പുറം പോയി വീണ്ടും എറ്റിയോസ് എടുത്തിട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡാഷ് ബോർഡിൽ നിന്നൊക്കെ ചെറിയ കലകലപ്പ് സൗണ്ടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. എറ്റിയോസിന് പൊതുവേ അങ്ങനെയാണ്. ഡാഷ് ബോർഡ് ലൈറ്റ് ഒരു മെറ്റീരിയലാണ് അതിനകത്ത് വരുന്നത്. നല്ലവണ്ണം സൗണ്ട് ഉണ്ടാക്കും ഡാഷ് ബോർഡ് എറ്റിയോസ് എല്ലാത്തിനും. അതിന് ഡാഷ് ബോർഡ് നമ്മൾ അഴിച്ചിട്ട് അതിൻ്റെ ക്ലിപ്പ് വരുന്ന ഭാഗമെല്ലാം നമ്മൾ വൈറ്റ് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി ഇടുക ചെയ്യുക. അത് കമ്പനിയിലും അത് തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളിത് ഡാഷ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജനറൽ സർവീസ് മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ, 10K സർവീസ്. ബാക്കി ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എൻജിൻ നോയ്സ് കസ്റ്റമർക്ക് ഒരു ഹെവി ആയിട്ട് ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ എൻജിൻ നോയ്സ് നോർമലാണ്.
ഹെവി ആയിട്ടൊന്നുമില്ല. സാധാ നമ്മൾ എറ്റിയോസിനൊക്കെ ഒരു നോയ്സ്, എൻജിൻ നോയ്സ് ഒരു കളകളാന്നുള്ളൊരു സൗണ്ടാണ്. അത് നോർമലി ഉള്ളതാണ്, അല്ലാതെ ഓവർ നോയ്സ് ഒന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ വർക്കും കഴിഞ്ഞ് വാഷിംഗ് എല്ലാം കഴിഞ്ഞ് നടക്കുന്നുണ്ട്. ഇനിയപ്പോൾ നമ്മുടെ ഇന്നോവയുടെ വർക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും കൂടെ നമുക്ക് ഡെലിവറി ചെയ്യാം. ഇന്നോടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുള്ളത് ഇൻറ്റീരിയൽ സൗണ്ട്, അതാണ് ഇനിയിപ്പോൾ മെയിനായിട്ടുള്ളത്. സീറ്റുകൾ കംപ്ലീറ്റും കലാന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഫ്രണ്ട് റൈറ്റ് സൈഡ് സീറ്റും ലെഫ്റ്റ് സൈഡ് സീറ്റും എല്ലാം, ഞാൻ ഇരിക്കുന്ന സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റും സൗണ്ട് ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്ലിയർ ആക്കണം. കണ്ടോ, കിച്ച് കിച്ച് എന്നൊക്കെ ഒരു സൗണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ 4 ഡോർ പാഡ് ഒന്ന് ടൈറ്റ് ചെയ്യണം, സീറ്റിൻ്റെ ബോൾട്ടുകൾ ഒന്ന് ടൈറ്റ് ചെയ്യണം. റെയിലാണ് സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് റെയിൽ ഞാൻ കഴിഞ്ഞ വണ്ടിയിൽ കാണിച്ചതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്തിടണം, അതൊന്ന് ടൈറ്റ് ആക്കണം. ടൈറ്റ് ആക്കുന്നത് മാത്രമല്ല, ആ റെയിലിൽ കുറച്ച് ഗ്രീസും ആഡ് ചെയ്ത് കൊടുക്കണം, എന്നാലേ അത് ക്ലിയർ ആവുകയുള്ളൂ. പിന്നെ എൻജിൻ്റെ ഭാഗത്ത് ആ മൗണ്ട് കാര്യങ്ങളൊക്കെ മാറ്റിയപ്പോൾ തന്നെ വണ്ടി നല്ല സൈലൻ്റായി, വണ്ടി ഓടിക്കാൻ തന്നെ സുഖമായി. ക്ലച്ചിൻ്റെ കാര്യം കൂടെ ചെയ്താണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയേനെ. ക്ലച്ച് കുഴപ്പമില്ല, കുറച്ചുകൂടെ ഓടുമെങ്കിലും അതൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിന് വരുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാം മാറ്റി ലെവലിലേക്ക് കൊണ്ടുവരിക ചെയ്യുക. ക്ലച്ചിൻ്റെ കാര്യം പറഞ്ഞ കസ്റ്റമർ, അപ്പോൾ അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി എന്നുള്ളൊരു ഇത് കിട്ടിയപ്പോഴാണ് അപ്പോൾ നമ്മൾ മാറ്റാതെ അത് മാത്രം പെൻഡിങ് വെച്ച്. ബാക്കി എൻജിൻ നല്ല സ്മൂത്തായി. നമ്മൾ എൻജിൻ മൗണ്ട് ഗിയർ ബോക്സ് മൗണ്ട് മാറിയും തന്നെ എൻജിൻ വണ്ടിയുടെ എന്തോ കുറഞ്ഞതുപോലെ എന്ന് മാത്രമല്ല, നമുക്ക് കാല് കൊടുത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഫീല് കിട്ടും. ഒരു ഫ്ലോയിലങ്ങ് പോകും. ഒരു ഒച്ചപ്പാടും ബഹളവും ഇല്ല, ഒരു ബറന്നൊരു നോയ്സോ ഈസോ ഒന്നുമില്ല, പക്ക സൈലൻ്റാണ്. ഏത് ഇയറിലായിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് 2009 മോഡലാണ്. ഓടിക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ മൗണ്ട് മാറ്റുമ്പോൾ. ഇനിയിപ്പോൾ അതിന് ഇൻറ്റീരിയറിൽ കുറേ സൗണ്ട് ഉണ്ട്. ഇപ്പോഴാണ് എല്ലാ വർക്കും കഴിഞ്ഞ് ഇറക്കിയത് ഞാൻ. കീച്ച് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ ആകെ തലവേദന എടുക്കും മൊത്തത്തിൽ എന്ന സൗണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. എല്ലാ സൗണ്ടും ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. മെയിനായിട്ട് സീറ്റിൻ്റെ സൗണ്ട് തന്നെയാണ്. ഡോർ പാഡൊന്നും പിന്നെയും അത്രയും സൗണ്ട് ഇല്ല. മെയിനായിട്ട് സീറ്റിൻ്റെയാണ് കിലി എന്നുള്ള സൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ക്ലിയർ ആക്കാം. നല്ല ഷെയ്ക്ക് ഉണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒന്ന് റെയിലൊന്ന് ടൈറ്റ് ചെയ്ത് ഗ്രീസ് ചെയ്താൽ തന്നെ എല്ലാ സൗണ്ടും പോകും. അപ്പോൾ ഇന്ന് 2 വണ്ടി ഉണ്ടാവും. അവരുടെ 2 വണ്ടിയും ഇന്ന് കൊടുക്കണം എല്ലാം ചെയ്തിട്ട്. അപ്പോൾ അലൈൻമെൻറ്റും ചെയ്തിട്ടില്ല. അലൈൻമെൻറ്റും കൂടെ ചെയ്തിട്ട് വേണം പിന്നെ ബാക്കി നമുക്ക് ഇൻറ്റീരിയറിലെ സൗണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ക്ലിയർ ആക്കാനായിട്ട്. ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് വാട്ടർ വാഷ് കഴിഞ്ഞു, ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതും കൂടെ ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പിന്നെ പക്കായി. പിന്നെ വേറെ ഒന്നും നോക്കട്ടെ. പിന്നെ കുറേ കാലത്തിൽ ഇങ്ങനെ ഓടിക്കാം. ഓയിൽ സർവീസ് ചെയ്ത് മാത്രം ഓടിക്കാൻ പറ്റും. നമുക്ക് ഇന്നോടെയൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും സൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒറ്റ ട്രിപ്പ് ഓടിച്ചാൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് ടൊയോട്ട തന്നെയാണ് കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ സൗണ്ട് എവിടെ നിന്നാണെന്നുള്ളത് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഒരു ഇടുപ്പ് സൗണ്ട് ആണെങ്കിലും ശരി, ഇനിയിപ്പോൾ ഇന്ത്യൻ്റെ സൗണ്ട് ആണെങ്കിലും വൈബ്രേഷൻ ആണെന്നുണ്ടെങ്കിലും അത് എവിടെ നിന്ന് വരണു എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഒരേ വണ്ടി ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാണ് ഒരിത്. ഇതിലിപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടി ബാക്കി എല്ലാ ഭാഗവും ഗുഡ് തന്നെയാണ്. ഈ സൗണ്ടിൻ്റെ കാര്യം ഒഴിച്ചിട്ട് അത് എന്തായാലും നമുക്ക് ക്ലിയർ ആക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും